ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട്. ദ ബിഗ് അപ്ഡേറ്റ് മെയിൻ ആയിട്ട് 2 കാരണങ്ങളാണ്. റിയലി ആൻഷ്യസ്. ഞാൻ ഒരു കാലത്ത് നന്നാവില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കടിൽ ക്ലൗഡ്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവരും നന്നായിട്ടിരിക്കുന്നോ? എൻ്റെ മുഖമൊക്കെ മറന്നോ? ഇതൊക്കെയാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ, എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും. പണ്ടൊക്കെ ലോങ് വീഡിയോസ് ആഴ്ചയിൽ ഒന്നെന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ടിരുന്ന ഞാനാണ് 2 മാസമായിട്ട് ഞാൻ ഒരു ലോങ് വീഡിയോ പോലും ഇട്ടിട്ടില്ല. സോ കുറേ ആൾക്കാർ എനിക്ക് ഇങ്ങനെ മെസ്സേജായിട്ടും കമൻസ് ആയിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ സംഭവം, എന്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത്, ലോങ് വീഡിയോസൊക്കെ നല്ലപോലെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദ ബിഗ് അപ്ഡേറ്റ്. ഞാൻ ടൈറ്റിലും തംബ്നെയിലും ഒക്കെ പേര് കണ്ടുവച്ചിട്ടുള്ളത് ദ ബിഗ് അപ്ഡേറ്റ് എന്നൊക്കെയാണ്. സോ ഈ ഒരു ബിഗ് അപ്ഡേറ്റ് കാരണമാണ് എൻ്റെ എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മുടങ്ങിയതും ഡിലേ വന്നതും. ഓക്കെ, സോ നല്ല കാര്യമായിട്ട് അങ്ങനെ മോശം കാര്യം കാരണം ഡിലേ ആയതല്ല, വളരെ നല്ലൊരു കാര്യം ആയതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അധികം ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഈ 2 മാസം നടന്നത്, എന്താണ് ഈ പറഞ്ഞ ബിഗ് അപ്ഡേറ്റ്, ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ പറയുന്നൊരു വീഡിയോ ആണ് ഇത്. ബട്ട് ബിഫോർ ദാറ്റ്, എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ ഇതേതാ ബാക്ക്ഗ്രൗണ്ട്, ഇതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് തോന്നും. വേറൊന്നുമല്ല, ഞാനിപ്പോൾ വീട്ടിലില്ല, ഇത് ഞാൻ വേറൊരു സ്ഥലത്തൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ എത്തി, എനിക്ക് വൈകുന്നേരം വരെ വേറെ പരിപാടിയൊന്നുമില്ല. സോ ഐ തോട്ട് ഇവിടെ തന്നെ വേഗം അങ്ങോട്ട് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന്. കാരണം എന്താണെന്ന് അറിയോ, ഈ ഒരു വീഡിയോ ആക്ച്വലി പറയാനാണെങ്കിൽ ഒരു 10-20 ദിവസം മുൻപേ ഇടേണ്ട ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു മാസം മുൻപേ ഇടേണ്ട ഒരു വീഡിയോ ആണ്. പക്ഷേ തിരക്കുകളിൽ പെട്ടിട്ട് ഇതേപോലെ സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസത്തെ ഡിലേ വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നും നോക്കിയില്ല, തയ്യെങ്കിൽ തൈ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇനി എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആക്ച്വലി പ്രത്യേകിച്ചൊരു എന്തൊക്കെ പറയണം, ഈ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നല്ലപോലെ കുറേ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണം. പക്ഷേ എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റ് കാരണം ഒരു സ്ട്രക്ചേർഡായിട്ട് ഇന്ന കാര്യം പറഞ്ഞു എന്നുകൊണ്ട് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. എന്തായാലും എന്നെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ എങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്ത് കാണുന്നുള്ളത് എനിക്കറിയാം. സോ എക്സൈറ്റ്മെൻറ്റ് കാരണമാട്ടെ എനിക്കൊന്നും പറയാൻ കിട്ടാത്തതും പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. സോ എന്താണ് ആ ഒരു ബിഗ് അപ്ഡേറ്റ്? ആ ഒരു ബിഗ് അപ്ഡേറ്റിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ ഗസ്സസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ന്യൂ ഹോം, ന്യൂ ബിസിനസ്, എൻ്റെ മാരേജ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ കല്യാണം വരെ കഴിപ്പിച്ചു എന്ന്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാര്യം, ആരി ചേച്ചി ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, അല്ല, ഞാൻ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജൊക്കെ അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ദയവ് ചെയ്ത് ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും പറയരുത് എന്ന്. കാരണം ഇപ്പോൾ യൂട്യൂബേഴ്സ് എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് ക്ലോത്തിങ് ബ്രാൻഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഞാനും കൂടെ അതിലോട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണോ എന്ന് പറഞ്ഞിട്ട് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്തായാലും അങ്ങനത്തെ കാര്യമൊന്നും നോക്കുന്നില്ല. ആരോ എന്നെ കോൾ ചെയ്തു, അതോടെ ആ ഒരു ഫ്ലോ അങ്ങോട്ട് വീണ്ടും പോയി. സോ ക്ലോത്തിങ് ബ്രാൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇനി വേറെ ഏതെങ്കിലും ബിസിനസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അല്ല. 2 കഴിഞ്ഞില്ലേ. ഇനി അടുത്തത് എൻ്റെ മാരേജ് ആണോ എന്ന്? എൻ്റെ മാരേജ് ഒന്നും അല്ല. ആരി ചേച്ചിക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഞാനിപ്പോഴും എന്താ പറയുക യങ്ങും സുശീലയും സുമുഖയുമായൊരു കുട്ടിയാണ്. അതുകൊണ്ട് കല്യാണം ഒന്നും നമുക്ക് ഇപ്പോഴൊന്നും ഇല്ല, കല്യാണം അല്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആരി ചേച്ചി എന്ന് പറയുന്നത് കുറേ ആൾക്കാർക്ക് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ എന്നെ വിളിക്കുന്നത് മൊത്തം ആരി ചേച്ചി എന്നാണ്. അപ്പോൾ എനിക്കും എൻ്റെ വായിൽ ആരി ചേച്ചി എന്ന് പറയുന്ന സാധനം കയറിക്കൂടി. മീൻസ് എന്നെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്, നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്നത് ആരി ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഫ്ലോയിൽ വരുന്നത്. അപ്പോൾ കല്യാണവുമല്ല. പിന്നെ ഏറ്റവും കൂടുതൽ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഹോം എന്നുള്ള ഒരു കാര്യമാണ്. ന്യൂ ഹോം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ അന്നൊരു ഷോപ്പിംഗ് വീഡിയോ, ഒരു അപ്ഡേറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞൊരു ഷോപ്പിംഗ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറേ കിച്ചൺ സപ്ലൈസും ഇങ്ങനെ എന്താ പറയുക ഇളക്കുന്നതും പാത്രങ്ങളും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടും പിന്നെ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഷോർട്സ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ന്യൂ ഹോം ആണോ എന്നുകൊണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ദ ബിഗ് അപ്ഡേറ്റ് ഇസ് ദാറ്റ് ഐ മൂവ്ഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറൊന്നുമല്ല, ഞാൻ വീട്ടിൽ നിന്ന്
മാറി നിൽക്കാൻ തുടങ്ങി. മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഐ ഹാവ് സ്റ്റാർട്ടഡ് ടു ലിവ് എലോൺ. ഇത് കേട്ട് കഴിയുമ്പോൾ കുറേ ആൾക്കാരുടെ മനസ്സിൽ എന്താണ് ഈ ലിവിങ് എലോൺ, അല്ലെങ്കിൽ വീട്ടുകാരോട് തല്ലിപ്പിരിഞ്ഞു പോയി നിൽക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് തോന്നിയാലും തോന്നും. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ലിവിങ് എലോൺ എന്ന് പറയുന്നൊരു കാര്യം അത്ര കോമൺ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. സാധാരണ നമ്മളെപ്പോഴും പാരൻസിൻ്റെ അണ്ടറിൽ ജീവിക്കും. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു ലൈഫായിട്ട് നമ്മൾ അങ്ങോട്ട് മാറിയൊക്കെ നിൽക്കുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും അങ്ങനെ പരിചിതമാവണമെന്നില്ല. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഒറ്റയ്ക്ക് മാറി നിന്ന് താമസിക്കണമെന്ന്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്, എന്തൊക്കെയാണ് സംഭവങ്ങളെന്നുള്ളത് പറയാം. ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് മെയിനായിട്ട് 2 കാരണങ്ങളാണ് ഉള്ളത്. മെയിനായിട്ടുള്ള 2 കാരണങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫുൾ ടൈം കോണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ ഞാൻ ഫുള്ളി യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 9 to 5 ജോബൊന്നും തീരെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് പ്രഷർ എന്ന് പറയുന്നൊരു കാര്യം തീരെ സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഈവൻ ഈ ഒരു കോണ്ടൻറ് ക്രിയേഷൻ എന്നുള്ള പ്രൊഫഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഈ കൊളാബ്സോ അല്ലെങ്കിൽ വേറെ ഒരു തേർഡ് പാർട്ടി ഇൻക്ലൂഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വർക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ചെയ്തു കൊടുക്കണ്ടേ, നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇങ്ങനെ ചിന്തിക്കുന്നൊരു ഞാൻ 9 to 5 കോർപ്പറേറ്റ് ജോബിൽ പോയിട്ട് ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്ക് പ്രഷറിൽ ജോലി ചെയ്യുന്നത് എന്നെക്കൊണ്ട് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. സോ അടുത്ത കാലത്തൊന്നും ഞാൻ 9 to 5 ജോലിയൊന്നും നോക്കുന്നില്ല. സാധാരണ നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല ജോലി കാര്യങ്ങളൊക്കെ കിട്ടി വേറെ സിറ്റിയിലോട്ട് മാറി നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒരു PG ഫ്ലാറ്റോ എടുത്ത് നിൽക്കും. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ അവസ്ഥ എടുത്ത് നോക്കാനാണെങ്കിൽ അടുത്ത കാലത്തൊന്നും എനിക്ക് ആ ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നതില്ല. ഞാനായിട്ട് എനിക്ക് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാലോ എന്ന് സ്വയം ചിന്തിച്ച് മാറി നിന്നാൽ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നുള്ളൂ. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് 2 ഇയേഴ്സായി. ഈ 2 ഇയേഴ്സിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ ചേഞ്ച് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. ഫുൾ ടൈം ഞാൻ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഷോപ്പിങ്ങിന് പോകുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരും എറണാകുളത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ പറയാറുണ്ട്, അയ്യോ ചേച്ചി എന്ത് ലക്കിയാ, ചേച്ചി ഏതൊക്കെ സ്ഥലത്ത് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ. ബട്ട് ആക്ച്വലി പറയാനാണെങ്കിൽ കുറച്ചായിട്ടേ ഉള്ളൂ. 2025 ലാസ്റ്റൊക്കെ ആവാറായപ്പോഴാണ് ഞാനങ്ങനെ തൃശ്ശൂരും എറണാകുളത്തേക്കൊക്കെ കുറച്ച് പോകാൻ തുടങ്ങിയത്. അതുവരെ ഞാനങ്ങനെ ഒറ്റയ്ക്കൊന്നും ഈ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. പിന്നെ ആകപ്പാടെ നമ്മൾ പാലക്കാട് ടൗണിലാണ് പോണത്. അതും മാസത്തിൽ 1-2 തവണയൊക്കെയാണ് പോകാറുള്ളത്. അതും എന്താ പറയുക, ക്രാഫ്റ്റിൻ്റെ വല്ല സാധനങ്ങൾ വാങ്ങാനോ ഏതെങ്കിലും സാധനം വാങ്ങാനോ അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും പോകാറുള്ളത്. ഇതൊന്നും അല്ലാതെ വെറുതെ കറങ്ങാൻ പോവുക അല്ലെങ്കിൽ പുറത്ത് പോയാലോ എന്ന് പറഞ്ഞ് പോവുക, എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്നിട്ടുമില്ല. സോ മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഈ ഒരു 2 ഇയേഴ്സായിട്ട് ഞാൻ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ് കൂടുതലും. കാരണം നമ്മുടെ ഈ ഒരു കോണ്ടൻറ് ക്രിയേഷൻ പ്രൊഫഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറത്തിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഫുൾ ടൈം റൂമിലിരുന്ന് വീഡിയോ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. പിന്നെ അതും പോരാണ്ട് എനിക്കിപ്പോൾ 23 ഇയേഴ്സായി. ഈ 23 ഇയേഴ്സ് വരെ ഞാൻ വീട്ടുകാരുടെ അണ്ടറിൽ തന്നെയാണ് ഫുൾ ടൈം നിന്നിട്ടുള്ളത്. വീട്ടുകാരുടെ അണ്ടറിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ആയിക്കഴിഞ്ഞാലും സ്കൂളൊക്കെ ആയിക്കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് പോയി വരിക, അങ്ങനെ ഒരു സിറ്റുവേഷൻ. ആകെ സ്കൂളിൽ പോവും, വീട്ടിൽ തിരിച്ചു വരും, കോളേജിൽ പോവും, തിരിച്ചു വരും. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ചെങ്കിലും പുറത്തു പോവുക, കറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു ഡിസിഷൻ ഞാനെടുത്ത് ഇന്നത് ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യാനായിട്ടൊരു സിറ്റുവേഷനേ എനിക്ക് വന്നിട്ടില്ല. സോ മൊത്തത്തിൽ പറയാനാണെങ്കിൽ എനിക്കിപ്പോൾ കുറേ ആയിട്ട് ലൈഫ് ഭയങ്കര ബോറിംഗ് ആവാൻ തുടങ്ങി. ബോറിംഗ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നമ്മൾ ഒരേ റുട്ടീനല്ലേ. രാവിലെ എഴുന്നേൽക്കാം, വീഡിയോ എടുക്കുക, വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, കിടന്നുറങ്ങുക, അടുത്ത ദിവസം എഴുന്നേൽക്കുക, ഇത് ചെയ്യുക. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 9 to 5 ജോബ് ആണെങ്കിൽ പോലും നമ്മൾ പുറത്ത് പോയി 1-2 ആൾക്കാരെ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് വരുമല്ലോ. പക്ഷേ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഫുൾ ടൈം ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഭയങ്കര ഡൗൺ ആയ പോലെ, ലൈഫ് ഒരു ചേഞ്ചും ഇല്ല. ഞാൻ എന്താ ചെയ്യുന്നത്, കോണ്ടൻറ് ക്രിയേഷൻ എനിക്ക് മടുക്കാൻ തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ശരിക്കും പറയാനായിട്ട്. കോണ്ടൻറ് ക്രിയേഷൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് 9 to 5 എന്നെക്കൊണ്ട് പറ്റില്ല. ഇത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷനാണ്. എനിക്ക് ഇതേപോലെ എന്താ പറയുക, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ ക്രിയേറ്റീവ് മൈൻഡ് എനിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ഒരേ സ്ഥലത്തിരുന്ന് ഒരേ കാര്യങ്ങൾ ചെയ്ത് എനിക്ക് സീരിയസ്ലി മടുക്കാൻ തുടങ്ങി. കോണ്ടൻറ് ക്രിയേഷൻ വരെ മടുക്കാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതുപോലെ എനിക്ക് മടുത്തു തുടങ്ങി. ഇപ്പം നിങ്ങൾ പറയാറുണ്ട്, പല ആൾക്കാരും കമൻറ്റ് ചെയ്യാറുണ്ട്, ഇപ്പോൾ പണ്ടത്തെ പോലെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ക്രാഫ്റ്റ് വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ. ദ മെയിൻ റീസൺ ഈസ് ബിക്കോസ് ഓഫ് ദിസ്. അതായത് പണ്ടൊക്കെ ക്രാഫ്റ്റ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ
പ്യുവർലി കണ്ടൻറ്റ് വേണ്ടിയിട്ടും പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് കണ്ടൻറ്റ് കൊടുക്കണ്ടേ, അതായത് ക്രാഫ്റ്റിൻ്റെ കണ്ടൻറ്റ് കൊടുക്കണ്ടേ എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. പണ്ടൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പം ഞാനിത് പ്യുവർലി ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പോലെ. സോ ലൈഫ് മൊത്തം ഒരുമാതിരി ബോറിങ് ആവാൻ തുടങ്ങി. സോ ഞാൻ അങ്ങനെ വിചാരിച്ചു ഒരു ചേഞ്ച് കൊടുത്താലോ, നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് പോയി നിന്നാലോ, അതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു എൻ്റെ ലൈഫ് എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറച്ചൊരു പുതിയ ഫ്രഷ് സ്റ്റാർട്ടായിരിക്കും അങ്ങനെയൊക്കെ. ആൻഡ് നിങ്ങൾ വിചാരിക്കും അരിച്ചേച്ചിയുടെ വീട്ടിൽ അടിപൊളിയാണ്, അരിച്ചേച്ചി എന്ത് ലക്കിയാലേ അങ്ങനെ ഒറ്റയ്ക്ക് പോയി നിൽക്കണം പറഞ്ഞു, ഒറ്റയ്ക്ക് പോയി നിൽക്കണമെന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല. ഡിസംബർ കഴിഞ്ഞ് ജാനുവരി ഒക്കെ ആയ സമയത്താണ് എനിക്കിങ്ങനൊരു ആഗ്രഹം വന്നത്. ജാനുവരിയിൽ ഞാൻ വിചാരിച്ച സാധനം ഈ മാർച്ചിലാണ് ഓക്കെ ആയത്. ഓക്കെ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യം കേട്ടോ. ഒന്നാമത് ഞാൻ ഈ ഫ്ലാറ്റാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് PGയോ കാര്യങ്ങളൊന്നും എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഫ്ലാറ്റ് എനിക്ക് പറ്റിയ പോലെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് അങ്ങനെ നോക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് എന്തിനാണെന്നറിയോ? വീട്ടുകാരെ കൺവിൻസ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അതൊന്നും പറ്റില്ല, അങ്ങനെയൊന്നും വേണ്ട, ഒരു 2 years കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ഇപ്പം തന്നെ എന്തിനാ പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടിലൊക്കെ നല്ലൊരു ഇതായിരുന്നു. പിന്നെ കുറേ സംസാരിച്ച് പറഞ്ഞാണ് ഇപ്പോൾ ഈ ഒരു ലെവലിൽ വീട്ടുകാർക്ക് ശരി കുഴപ്പമില്ല, നോക്കിയിരിക്കുക എന്നുള്ളൊരു രീതിയിലായത്. ബേസിക്കലി എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും കാര്യം ഈവൻ എനിക്കായാലും അല്ലെങ്കിൽ വേറെ വല്ല കോണ്ടൻറ് ക്രിയേഷൻ അല്ലെങ്കിൽ യൂട്യൂബോ ഇൻസ്റ്റയിലൊക്കെ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ ദയവ് ചെയ്ത് ഫസ്റ്റ് തന്നെ അസ്യൂം ചെയ്യരുത് ഇങ്ങനെ ഇവരുടെ ലൈഫൊക്കെ എന്താ അടിപൊളിയാലേ, ഇവർ വിചാരിച്ചപ്പോൾ തന്നെ ഇതൊക്കെ നടന്നു അതൊക്കെ നടന്നു എന്ന്. അങ്ങനെയൊന്നുമല്ല. നമ്മളും ബാക്കിൽ നിന്ന് നല്ലപോലെ സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ മെൻ്റൽ ഹെൽത്തോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നത്. സോ ബേസിക്കലി ഫൈനലി I am moving out guys. I am so happy, okay? കാരണം എന്താണെന്ന് അറിയോ, ഇത് എത്ര നേരം ഈ വീഡിയോ ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പം തന്നെ 10-15 മിനിറ്റ് ഒക്കെ എന്തായാലും ഞാൻ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് എന്തായാലും പറയണമല്ലോ. കുറേ ദിവസമായി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട്. സോ ഞാൻ പണ്ട് മുതലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 വർഷമായിട്ട് ലിവിങ് അലോൺ ഡയറീസൊക്കെ കുറേ ഇരുന്ന് കാണുമായിരുന്നു കേട്ടോ. അതായത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻസൊക്കെ ഇല്ലേ, അസാം, അരുണാചൽ പ്രദേശിലുള്ളവരൊക്കെ, അവർ ഈ ഡൽഹിയിലൊക്കെ വന്ന് ഒറ്റയ്ക്ക് താമസിച്ച് ലിവിങ് അലോൺ ഡയറീസ് എന്നൊക്കെ പറഞ്ഞ് ഗോംയാങ്, പിന്നെ യൂബ റെബെ, ഇവരുടെ വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും കാണും. അപ്പോൾ എനിക്ക് അവരുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒറ്റയ്ക്ക് താമസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇപ്പോൾ നമ്മൾ വീട്ടുകാരുടെ അണ്ടറിൽ നിൽക്കുന്ന ടൈമിൽ ഒന്നുമില്ലെങ്കിലും അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കുറച്ചെങ്കിലും നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫ്ലവേഴ്സ് വാങ്ങിച്ചാലോ എന്നൊരു തോന്നൽ തോന്നി. വീട്ടുകാരുള്ള സമയത്ത് ഞാൻ കുറച്ച് പൂ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്ത് പോകാനായിട്ട് വീട്ടുകാർ സമ്മതിക്കൊന്നുമില്ല. എന്തിനാ ഇപ്പോൾ പൂവൊക്കെ, നാളെ വാങ്ങാം, എവിടെ ഇരുന്നാൽ മതി, അങ്ങനെ പറയുള്ളൂ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങണം, സ്വയം കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങണം തോന്നി. നമുക്ക് അപ്പം തന്നെ പോവാം, സാധനം വാങ്ങാം. നമ്മുടെ ലൈഫിൽ കുറച്ച് ഡിസിഷൻസൊക്കെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. അതും പറഞ്ഞ് കയറൂരി വിട്ട പോലെ എന്ത് വേണമെങ്കിലും ചെയ്ത് നടക്കാം, അങ്ങനെയല്ല കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ അവരുടെ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒറ്റയ്ക്കൊക്കെ താമസിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുറച്ച് കാലം മുമ്പാണ് ഞാൻ ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ ശീലിച്ചത്. എനിക്ക് ഒറ്റയ്ക്ക് ഉറങ്ങാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെയുള്ള ഞാനാണ് ഒറ്റയ്ക്ക് താമസിക്കാൻ പോകുന്നത്. സോ ബിഗ് അപ്ഡേറ്റ് എന്താണെന്ന് അറിഞ്ഞല്ലോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഒരു മൂവിങ് ഔട്ട് വ്ളോഗ് എന്നുള്ള രീതിയിൽ ഫുള്ള് ഇങ്ങനെ പറയുന്നു, ഞാൻ പോകുന്നു എന്ന് പറയുന്നു, ഞാൻ പാക്ക് ചെയ്യുന്നു, ഫ്ലാറ്റ് എത്തുന്നു, ഓ മൈ ഗോഡ് ഫ്ലാറ്റ് എന്നൊക്കെ പറയുന്നു, ഇങ്ങനെയൊക്കെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തിരക്കിപ്പെട്ട് എന്താ പറയുക, വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, വീട്ടുകാരെയൊക്കെ കൺവിൻസ് ചെയ്യാൻ കുറേ സമയം എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ എനിക്ക് ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനൊന്നൊരു ആവേശം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പാക്ക് ചെയ്യുമ്പോൾ ധൃതിപ്പെട്ടിട്ടാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് പെട്ടെന്നാണ് ഫ്ലാറ്റ് ഓക്കെ ആയത്. അതായത് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എല്ലാം ഡ്രോപ്പായി. ശരിയാവില്ല, മീൻസ് ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ ബഡ്ജറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ വന്നാലും കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് പിന്നെ ഈസ്തെറ്റിക്സ് മെയിൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വേണ്ടാന്ന് വെച്ചു. ശരി വേണ്ട, നെക്സ്റ്റ് ഇയർ പോവാം, അങ്ങനെ ഒരു പ്ലാനാക്കി. പക്ഷേ ലാസ്റ്റ് ഞാൻ അങ്ങനെ വേണ്ടാന്ന് വെച്ചതിൻ്റെ ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഫ്ലാറ്റ് ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ വന്നത്. അപ്പോൾ പെട്ടെന്ന് പോയി കണ്ടു, എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ ആരോടും പറയാൻ നിന്നില്ല. കാരണം ഒരിക്കൽ ഞാൻ ഒരു ഫ്ലാറ്റ് നോക്കാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലാറ്റ് നോക്കാൻ പോവാണ്, അതാണ് ഇതാണെന്നൊക്കെ. അത് ഓക്കെ ആവേണ്ട ഒരു ഫ്ലാറ്റായിരുന്നു, പക്ഷെ അത് ഓക്കെ ആയില്ല. അപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റ് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ആരോടും പറയാൻ നിന്നില്ല. എല്ലാം കഴിഞ്ഞ് മെല്ലെ എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും ആ ഫ്ലാറ്റ് ഓക്കെ ആയി.
ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് അങ്ങോട്ട് പോകുന്നതിൻ്റെ പാക്കിംഗ് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ ആ ഒരു വീഡിയോസ് മാത്രം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് എന്തിനാണ് എടുത്ത് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അതായത് മൂവിങ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കണ്ടൻറ്റും എടുത്തിട്ടില്ല. പക്ഷേ ഇത് മാത്രം ഞാൻ എന്തിനാണ് എടുത്തതെന്ന് അറിയില്ല. എന്തായാലും എടുത്ത സ്ഥിതിക്ക് വേസ്റ്റ് ആവാൻ പാടില്ലല്ലോ. സോ ഐ തോട്ട് അതും കൂടെ അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇനി മുതൽ എന്നെ എൻ്റെ പുതിയ ഫ്ലാറ്റിൽ റെൻ്റിൽ അത് ഞാൻ എടുത്ത് പറയാം. കാരണം ഇനി ഞാൻ എൻ്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ നോണം പറഞ്ഞ് എൻ്റെ ഫ്ലാറ്റൊന്നും അല്ല അങ്ങനെയൊന്നും പറയരുത്. എൻ്റെ ഫ്ലാറ്റൊന്നും അല്ല, റെൻ്റിലാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് മൈ ഹോം. ഐ മീൻ ഫസ്റ്റായിട്ട് ഞാൻ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നൊരു സ്പേസാണ്. സോ ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു കോൾ ഇറ്റ് മൈ ഹോം. അപ്പോൾ എന്തായാലും അതാണ് കാര്യം. ഐ മീൻ ഐ എം സോ എക്സൈറ്റഡ് യു ഗൈസ്. ഐ എം സോ എക്സൈറ്റഡ്. ഐ സ്റ്റിൽ കാൺട്ട് ബിലീവ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകണം. ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മാസ്മരിക അതിനൊക്കെ എന്താ അങ്ങനെയുള്ള ധൈര്യമൊന്നുമില്ല. ഐ മീൻ ആദ്യമായിട്ടല്ലേ നമ്മൾ മാറി നിൽക്കാൻ പോകണം. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ ധൈര്യം സംവരിക്കേണ്ടത്. എൻ്റെ അടുത്ത് എൻ്റെ അമ്മ എപ്പോഴും പറയും നീ ലോകം കണ്ടിട്ടില്ല. ഞാൻ എന്നിട്ട് അമ്മയടുത്ത് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വീട്ടിനകത്ത് 4 മുറിയുടെ അകത്തിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ലോകം കാണാൻ പറ്റും, ലോകത്ത് പോയി ഇറങ്ങിപ്പോയാലല്ലേ ലോകം കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഐ എം ഫൈനലി ഗോയിങ് ടു സീ ദാറ്റ് ലോകം. അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം പറയാൻ വെച്ച എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇപ്പോൾ തന്നെ സമയം ഏകദേശം 3:30 എനിക്കൊരു 5 മണിയാകുമ്പോഴേക്കും എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. ഇവിടെയൊക്കെ വൈഫൈ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. എന്തായാലും ഇതിന് ശേഷം പാക്ക് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒക്കെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഞാൻ ബാക്കിയുള്ളത് പറയാം. കണ്ടിട്ട് വന്നോ. സമയം എത്രയെന്നറിയോ? 3:15 മാർച്ച് 5. ഞാൻ ഇന്നാണ് കൊച്ചിയിലോട്ട് പോകുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. പറഞ്ഞെങ്കിൽ എല്ലാ സാധനവും ഞാൻ നിരത്തി ബെഡിലിട്ടിരിക്കുകയാണ്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, എനിക്കിതുവരെ ഒരു റിയാലിറ്റിയിലോട്ട് ഞാൻ വന്നിട്ടില്ല. അതായത് ഞാനിവിടെ നിന്ന് മാറുകയാണ്, ഞാൻ പോവുകയാണ്. മെയിൻലി ബിക്കോസ് കൊച്ചി ഈസ് ലൈക്ക് മൈ സെക്കൻഡ് ഹോം. അതായത് എൻ്റെ ഫാമിലിയിലുള്ള 90% റിലേറ്റീവ്സും കൊച്ചിയിലാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ കൊച്ചി പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക വേറെ അവിടെ പോയി മാറി നിൽക്കുന്നു, കൊച്ചിയിലോട്ട് പോകുന്നു, അങ്ങനെയുള്ളൊരു ഫീലിംഗ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഐ മീൻ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരും, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുള്ളൂ. സോ ഐ ആം ലൈക്ക് എന്താ പറയുക, ഞാനിപ്പോൾ എന്താ പാക്ക് ചെയ്യണോ, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരില്ലേ, അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുത്താൽ പോരെ, ലൈക്ക് ദാറ്റ്. എല്ലാ സാധനവും അങ്ങനെ വലിച്ചിട്ടുണ്ട്. ഡോണ്ട് മൈൻഡ് ദാറ്റ് മാറ്റർ. സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചതാണ്. സോ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഞാൻ മാറി താമസിക്കാൻ പോവുകയാണോ? ഐ കാൺ ബിലീവ് ഇറ്റ്. ബെഡിലിരുന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇപ്പുറത്തായതുകൊണ്ട് ഇങ്ങനെ നിന്നാലേ വെളിച്ചം കിട്ടുള്ളൂ. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, സാധാരണ ഞാൻ വെള്ളോടെയൊക്കെ പോവുകയാണ്, അതായത് ഒരു 2 ഡേ ട്രിപ്പ് പോവുകയാണെങ്കിൽ പോലും ഞാനിങ്ങനെ നോട്ട്ബുക്കൊക്കെ എടുത്ത് ലിസ്റ്റൊക്കെ എഴുതി എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടൊക്കെയാണ് പാക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ എന്താ പറയുക, എൻ്റെ ഹോൾ ലൈഫിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ പോകണം. പക്ഷെ എന്നാലും എനിക്ക് എന്താ പറയുക, ആ ഒരു ആവേശം വന്നിട്ടില്ല. ഞാൻ ആക്ച്വലി എന്താ പറയുക, ഇങ്ങനെ ഐ എം മൂവിങ് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് ചെയ്യണം, അതായത് പാക്കിങ്ങും വേറെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വ്ളോഗ് ആക്കണം വിചാരിച്ചാട്ടാ. പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ എന്തുകൊണ്ടാണെന്നറിയാം ഐ മീൻ പറയുന്നത്, സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കും. അതായത് ഓക്കെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പോകണം, അതായത് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പ്രിപ്പയർ ആവുന്നതല്ല, ഇങ്ങനെ ഒരു വീഡിയോ കണ്ടൻറ്റ് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ ആക്ച്വലി പാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, അല്ല പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യേണ്ടത്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയും അപ്പോൾ തന്നെ ഐ മീൻ വേണ്ടിട്ട് പറയുന്നത്. സോ ഞാൻ എന്തായാലും പാക്ക് ചെയ്യട്ടെ. ഞാൻ പാക്ക് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ 3:30 ഇനിയിപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും 5:30 ആവും. ഇനിയിപ്പോൾ എന്താ പറയുക, വീഡിയോ കൂടെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ലേറ്റ് ആവും. സോ ഞാൻ പാക്ക് ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഇപ്പോൾ 3:50 സോ ഞാൻ എന്തായാലും ഇനി വീഡിയോ എടുക്കുന്നില്ല, വേഗം ഡ്രസ്സ് പാക്ക് ചെയ്യട്ടെ. പാക്ക് ചെയ്തൊരു പകുതി ആകുമ്പോൾ ബാക്കി വീഡിയോ എടുത്ത് തുടങ്ങാം.
ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്, ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകണമെന്നല്ലേ. മീ ബീയിങ് മീ, ഒരാഴ്ചത്തെ സാധനം എന്നല്ല, ഒരു വർഷത്തേക്കുള്ള സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട്. അതായത് എന്താണെന്നറിയോ, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒരു 2 ദിവസത്തെ ട്രിപ്പിനാണ് നമ്മൾ വല്ലവടെയും പോകണമെന്ന് വെച്ചോ. അപ്പോഴടക്കം ഞാൻ എന്താ പറയുക, എൻ്റെ വീടിൻ്റെ പകുതി ഭാഗം ഞാൻ പെട്ടിയിലാക്കിയിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ പിന്നെ ഒരു വർഷത്തേക്ക് ഞാനൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ പറയണ്ടല്ലോ. അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയോ, ഐ ഗെറ്റ് റിയലി ആൻഷ്യസ്. അതായത് വല്ലവടെയും പോണ സമയത്ത് അയ്യോ ഇതെടുത്തില്ല അതെടുത്തില്ല, എൻ്റെ ഇടാൻ ഡ്രസ്സില്ല, ഇതിട്ടാൽ മതിയോ അതിട്ടാൽ മതിയോ എന്നുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആവും. അതാണ് പ്രശ്നം. അത് കാരണമാണ് ഞാൻ എല്ലാ സാധനവും പാക്ക് ചെയ്യണത്. എന്തായാലും പെട്ടി 3 ഉണ്ടല്ലോ, നമുക്ക് പാക്ക് ചെയ്യാം. ഇതിപ്പോൾ ഫസ്റ്റ് വലിയ പെട്ടിയാണ്, ഇതിൽ ഏകദേശം ഫില്ലായി. ഇനി ആകെ കുറച്ച് ഡ്രസ്സും കൂടെ ഉള്ളൂ. ബാക്കി നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ വെക്കാനുണ്ട്. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ നമ്മുടെ ടോയ്ലറ്ററീസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഞാൻ ഒറ്റപ്പെട്ടി മാത്രം മതി എന്നുകൊണ്ട് വിചാരിച്ചാണ്, പക്ഷെ തോന്നുന്നില്ല ഒറ്റപ്പെട്ടി കൊണ്ട് നടക്കുന്നു. ഗൈസ്, ഞാനില്ലേ രാവിലെ 10 മണിയാകുമ്പോൾ പോകണമെന്ന് വിചാരിച്ച കേട്ടോ. സമയം ഇപ്പം എത്രയെന്നറിയോ? സമയം ഇപ്പം ഏകദേശം 12:50 ആവാറായി. 12:50 ആവാറായി. ഞാൻ പുറത്താണ്. എന്താ പറയുക, പെട്ടി പാക്ക് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി വരെ പാക്ക് ചെയ്തു കേട്ടോ. ഇനി കുറച്ച് സാധനങ്ങളും കൂടെ വെക്കാനുണ്ട്. അപ്പം ഞാനിങ്ങനെ കുളിച്ച് റെഡി ആയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാൻ വിചാരിച്ചു. കാരണം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റെഡി ആവാനായിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ കുളിച്ച് റെഡി ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് ഒരു കട ഉണ്ടായിരുന്നു. കട അത് അടച്ചു. അപ്പോൾ അവിടെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വേറൊരു കടയിൽ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി വന്നതാണ്. ഏകദേശം 11:30 ആകുമ്പോൾ വന്നതാണ്. ഇപ്പോൾ 1 മണി ആവാറായി. ഇനിയിപ്പോൾ പോയി ബാക്കി പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. എന്തായാലേ എനിക്ക് തീരെ കൃത്യനിഷ്ഠ എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോയിട്ടില്ല എനിക്ക്. അയ്യോ, സമയം ഇപ്പോൾ 2:45. പെട്ടികളൊക്കെ കയറ്റിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ചാമ്പയ്ക്കയും തേങ്ങയും നാരങ്ങയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാലേ പണ്ട് എൻ്റെ വീട്ടിൽ ആൻറ്റി അങ്കിളും അമ്മയൊക്കെ വരുന്ന സമയത്താണ് ഇതുപോലെയൊക്കെ കൊടുത്തു വിടാറുള്ളത്. ഇപ്പോൾ ഞാൻ അങ്ങനെ 2000 years later. ഫൈനലി ആഫ്റ്റർ 1000 years ഞാൻ ഇറങ്ങി. ഞാൻ ഒരു കാലത്ത് നന്നാവില്ല, എത്രയൊക്കെ നേരത്തെ ഇറങ്ങണം വിചാരിച്ചു കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ലേറ്റ് ആവും. ഐ എം റിയലി ആംഗ്രി അബൌട്ട് മൈസെൽഫ്. വൈ ആം ഐ ലൈക്ക് ദിസ്? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ? എൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം ഞാൻ എത്ര മാറ്റാൻ നോക്കണോ അത്രത്തോളം ഞാൻ വേസ്റ്റായിട്ട് വരണത്. അമ്മ സ്കൂളിലാണോ? അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലൊക്കെ എത്തി. ഞാനങ്ങനെ കൂടുതൽ ദിവസമൊന്നും നിന്നിട്ടില്ല, ആകെ 2-3 ദിവസമൊക്കെ നിന്നിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ ഇവിടെ വേറൊരു ആവശ്യത്തിനായിട്ട് വന്നു. ഇവിടെ വന്നത് വേറൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഓൾറെഡി വീഡിയോൻ്റെ മുമ്പിൽ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനിങ്ങനെ ദൈവത്തിനോട് കരഞ്ഞു പറയുമായിരുന്നു, എന്താ ദൈവമേ എൻ്റെ ലൈഫൊക്കെ ഇങ്ങനെ ഭയങ്കര ബോറിംഗ് ആണ്, ഒന്നും നല്ലത് നടക്കുന്നില്ല, എന്താ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഈ പ്രാർത്ഥനയൊക്കെ ദൈവം ഒറ്റയടിക്ക് കേട്ടോണ്ടാണോ എന്നറിയില്ല. വലിയ ചേഞ്ചസ് ഒക്കെ ഒറ്റയടിക്ക് ദൈവം തരുന്നു. അപ്പോൾ ആ ഒരു ചേഞ്ചിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇതെൻ്റെ ഫ്ലാറ്റ് അല്ല കേട്ടോ. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് ഇതാണ് വിചാരിക്കേണ്ടത്. ഇതല്ല ഫ്ലാറ്റ്. ഫ്ലാറ്റിൻ്റെ ഹോം ടൂറും വേറെ പുതിയ വ്ളോഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. പിന്നെ കടിൽ ഡയറീസിൽ എന്തുകൊണ്ടാണ് കുറേ പേര് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. കടിൽ ഡയറീസിൽ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തുണ്ടായിട്ട് അതിന് കോപ്പിറൈറ്റ് വരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. യൂട്യൂബുകാർക്ക് പോലും അത് അറിയുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം അവർ ഇഷ്യൂസ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അതിൽ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. കാരണം വെറുതെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കോപ്പിറൈറ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും
ഇനി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫ്ലാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഫ്ലാറ്റിലുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ക്രാഫ്റ്റൊക്കെ ഓഫ് കോഴ്സ് ഉണ്ടാവും. എനിക്ക് ടേബിളും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഉടനെ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സെറ്റ് ചെയ്യുന്നതും എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ ഇടാം. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. എനിക്ക് അതാണ് ആദ്യം പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. എന്താ പറയുക, ഒത്തിരി സന്തോഷം. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ഓഫ് യു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈസെൽഫ് ബിക്കോസ് എന്താ പറയുക, ഞാൻ ഇങ്ങനെയൊരു പാത്ത് ചൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ളൊരു ഫ്രീഡവും ഓരോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും അത് ഞാൻ വൈസ്ലി യൂസ് ചെയ്യുന്നതായിരിക്കും. എനിവേയ്സ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ മിക്കവാറും ഞാൻ അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും പോസ്റ്റ് ചെയ്യാം. എന്തായാലും അത് ഇനി ഞാൻ ലേറ്റ് ആക്കില്ല കേട്ടോ. ഇനി ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ ലോങ് വീഡിയോസ് എന്തായാലും പോസ്റ്റ് ചെയ്യും. So stay tuned. Thanks for watching. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my